ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് എടുക്കുമ്പോൾ 50% നികുതി കൊടുക്കണമെന്ന നിയമം കൊണ്ടുവന്നതിന് ശേഷം ലോകത്ത് വന്ന രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമ്മളൊന്ന് തിരിച്ചറിയണം. ഒന്ന്, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലല്ലാത്ത മറ്റു പല സ്ഥലങ്ങളിലേക്കും എന്തെല്ലാം അവസരമുണ്ട് എന്നുള്ള കാര്യം ഒന്ന് നോക്കാൻ പറ്റിയ നല്ലൊരു അവസരം നമുക്ക് കിട്ടി. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, എന്തിന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് നമ്മുടെ കയറ്റുമതി ശക്തി പ്രാപിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് കിട്ടിയത് നല്ല വാശിയേറിയ ചലഞ്ചിങ് ആയിട്ടുള്ള നല്ലൊരവസരം തന്നെയാണ്. ആഗോള വിപണി തുറന്നിടുന്നു. മാത്രമല്ല, റഷ്യ, ചൈന, ഇന്ത്യ അങ്ങനൊരു വലിയ ആക്സിസ് ഉണ്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ലോകത്ത് പലരുടെയും നെറ്റി ചുളിപ്പിക്കുന്ന രൂപത്തിൽ, അസൂയ ഉണ്ടാക്കുന്ന വിധത്തിൽ ഒക്കെ ആയി മാറിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അമേരിക്കയ്ക്ക് ഏഷ്യൻ മേഖലയിൽ പൊതുവേ ഉണ്ടായിരുന്നൊരു മേൽക്കൈ അത് ഇന്ത്യയെ കണ്ടുകൊണ്ടാണല്ലോ പലപ്പോഴും. ഇന്ത്യ ഏറ്റവും വലിയ ഫ്രണ്ടാണെന്ന രൂപത്തിലല്ലേ അമേരിക്ക നിൽക്കുന്നത്. പക്ഷേ ആ ഒരു അവസ്ഥ അലിഞ്ഞലിഞ്ഞില്ലാതായി മാറി എന്നൊരു പ്രാധാന്യം കൂടി ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. കാര്യം പറയുമ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ കയറ്റുമതിയൊക്കെ 10-18% കുറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ വേണമെങ്കിൽ കയറ്റുമതി ഒരു 30% പരമാവധി ഇനി കുറയാം. അതൊക്കെ സഹിക്കാൻ ഇന്ത്യ തയ്യാറാണ്. അതിനപ്പുറമുള്ള വിപണി വേറെ കിട്ടാൻ റെഡിയാണ്. മാത്രമല്ല, റഷ്യയുമായിട്ടുള്ള സൗഹൃദം ഇരട്ടിയിലധികമായി മാറുകയും എണ്ണ നമ്മൾ പറയുന്ന വിലയ്ക്ക് കിട്ടും എന്ന സാഹചര്യമൊക്കെ വരുന്നു എന്നുള്ള തോന്നലുണ്ടാക്കി. ഇതിനിടയിൽ വന്ന മൂന്നാമത്തെ മാറ്റം കൂടി അറിയണം. അമേരിക്കയിൽ ആഭ്യന്തരമായിട്ട് അത് റിപ്പബ്ലിക്കൻ പാർട്ടിയെന്നോ ഡെമോക്രാറ്റുകളെന്നോ വ്യത്യാസമില്ലാതെ ട്രംപിൻ്റെ ഈ കടും പിടുത്തത്തിനെതിരെ അതിശക്തമായ ഇടപെടൽ നടന്നു വരികയാണ്. US കോൺഗ്രസിലെ ഒരു മുതിർന്ന അംഗമാണ് ഇനി പറയാൻ പോകുന്ന ജൊനാഥൻ ജാക്സൺ. അദ്ദേഹം ട്രംപിൻ്റെ എതിരാളിയായിട്ട് നിൽക്കുന്ന പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ അംഗമാണെങ്കിൽ കൂടിയും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വടി കൊടുത്ത് അടി വാങ്ങാൻ പോയിരിക്കുന്നു എന്ന രൂപത്തിലാണ്. അതായത് ഒരു ആയുധം ഇന്ത്യക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് അടിക്കൂ എന്ന് പറയുന്ന രൂപത്തിലായിപ്പോയി. ഇന്ത്യയുമായിട്ട് ശത്രുത വേണ്ടായിരുന്നു, നമുക്ക് ഉള്ള ഒരു അപ്പർ ഹാൻഡ് ഇല്ലാതായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നു. അതുപോലെ ഒരുപാട് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെയും ഡെമോക്രാറ്റുകളുടെയും നേതാക്കന്മാർ US കോൺഗ്രസിൽ തന്നെ നിന്നുകൊണ്ട് ശക്തമായിട്ട് ട്രംപിൻ്റെ നയത്തിനെതിരെ പറയുന്ന ഒരു പ്രതീതിയും ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ വന്ന ഏറ്റവും സുപ്രധാനമായ മാറ്റം കൂടി മനസ്സിലാക്കണം. നമുക്ക് തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിൽ സ്വീകരിക്കാൻ ആളുകളുണ്ടെന്ന് തോന്നുകയും ഇതിലും വലിയ പ്രതിസന്ധി വന്നാലും മറികടക്കാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസവും ആത്മബോധവും ഇന്ത്യക്ക് ഉണ്ടായി വരികയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അതിൻ്റെ ഒരു ഗുണഫലമായിട്ട് വരുന്നത് ഗൾഫ് മേഖലയിൽ കൂടുതലായിട്ട് ഇന്ത്യൻ കമ്പനികൾ ഇനിയിപ്പോൾ അടിയുറച്ചു നിൽക്കാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഗൾഫ് മേഖലയിൽ പൊതുവെ ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് വില കുറഞ്ഞു കിട്ടാവുന്ന ഒരു സാഹചര്യം കൂടി സംജാതമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് മാർക്കറ്റ്.